നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അഹിംസയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അഹിംസ എന്നുള്ള ആ പദം സ്നേഹത്തിൻ്റെ നിർവചനമാണ് എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. സോൾ ഫോഴ്സ്, ആത്മാവിൻ്റെ ശക്തി. അപ്പം ആത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ശക്തിയുടെ ആവശ്യമില്ല. ഫോഴ്സ്ലെസ് ഫോഴ്സ് എന്നാണ് ബാബുജി മഹാരാജും നമ്മുടെ മാസ്റ്റേഴ്സും പറയുന്നത്. ശക്തിയില്ലാത്ത ശക്തി, അതാണ് സ്നേഹം. സ്നേഹം ഉള്ളിടത്ത് ഫോഴ്സിൻ്റെ ആവശ്യമില്ല. സ്നേഹം ഉള്ളിടത്ത് ഭയവും ഉണ്ടാവില്ല. ഭയം ഉണ്ടെങ്കിൽ അവിടെ സ്നേഹമില്ല. നമ്മുടെ ഭയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സെപ്പറേഷനാണ്. ഞാൻ എൻ്റെ യഥാർത്ഥത്തിലുള്ള ഉണ്മയുമായി യോജിച്ചല്ല ഇരിക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മൾട്ടിപ്പിളായിട്ടുള്ള പേഴ്സണാലിറ്റീസിലേക്ക് കണക്റ്റഡ് ആയിട്ട് മൾട്ടിപ്പിളായിട്ടുള്ള ആയിരക്കണക്കിന് കോടാനുകോടി വ്യക്തിത്വങ്ങളായി കണക്ട് ചെയ്തിട്ട് ഞാൻ ഇതാണ്, ഞാൻ അതാണ് എന്നുള്ള ചിന്തയിൽ അതിൽ ജീവിക്കുമ്പോൾ ആഗ്രഹങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുമോ, എൻ്റെ ഈ ചെറിയ സാമ്രാജ്യം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം, ഞാൻ ഇല്ലാണ്ടാവും എന്നുള്ളൊരു ഭയം. അപ്പം ആ ഭയം മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനുമായിട്ട് യോജിക്കണം. എനിക്ക് മാത്രമേ ഭയമില്ലാത്തൊരവസ്ഥ വരും. അതാണ് മഹാത്മാഗാന്ധിജി അഹിംസ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെയാകുമ്പോൾ ധൈര്യമുണ്ടാവും, കറേജിയസ് ആവും. ഇന്നലെ വിജയദശമിയായിരുന്നു. ഈ വിജയദശമി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ആരാണ് അവിടെ വിജയിക്കുന്നത്? നമ്മൾ ഇതുവരെ പല വ്യക്തിത്വങ്ങളിലും കുടുങ്ങിയിട്ട് ഓരോ പേഴ്സണാലിറ്റിയും ജയിക്കുകയാണ്, ചില പേഴ്സണാലിറ്റി തോക്കുകയാണ്. ഒരു അന്തിമ വിജയം നമുക്കുണ്ടായിട്ടില്ല. അപ്പോൾ നവരാത്രിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം എല്ലാം കീഴടക്കിയിട്ട്
പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ഒരു ദിവസം. എന്നാൽ നമ്മൾ പഠിക്കരുത് എന്നൊക്കെ പറയും. പഠിക്കരുത് എന്നല്ല എൻ്റെ അർത്ഥം. നമ്മുടെ ഉള്ളിലൊരു ബ്ലാങ്ക് സ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അഹംബോധം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സമർപ്പിക്കണം. അപ്പോൾ വിജയമുണ്ടാവുന്നു. മഹിഷാസുരമർദ്ദിനി, അതുപോലെ തന്നെ രാമൻ രാവണനെ കീഴടക്കുന്നു. മഹാത്മാഗാന്ധിജി ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് രാമൻ, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് രാവണൻ. നമ്മുടെ ഉള്ളിലുള്ള രാമൻ വിജയിക്കുക, ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതാണ് യഥാർത്ഥത്തിലുള്ള സ്വരാജ്യം. അവിടേക്ക് എല്ലാവരും എത്തിച്ചേരണം. സെൽഫ് ആയിട്ടുള്ള ആ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം, അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എത്തിച്ചേരുന്നത് വരെ നമ്മുടെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കണം. പുറമേയുള്ള യുദ്ധങ്ങൾ നമ്മളുടെ ആന്തരികമായിട്ടുള്ള കണ്ടീഷൻ്റെ റിഫ്ലക്ഷനാണെന്ന് സഹജമാർഗം നമ്മളെ പഠിപ്പിക്കുന്നു, ഹാർട്ട്ഫുൾനെസ് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ധൈര്യം ഉള്ളവർക്ക് അഹിംസ സാധ്യമാവുള്ളൂ എന്ന് ഗാന്ധിജി പറഞ്ഞു. നമുക്ക് ഭയമുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കുകയാണ് ഭേദം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ പേടി തോന്നുന്നുണ്ടെങ്കിൽ പ്രതികരിക്കുക, അതാ ഭേദം. അബ്സല്യൂട്ടായിട്ടുള്ള ആ സ്നേഹവുമായിട്ട് കണക്ഷൻ ഉണ്ടാകുമ്പോൾ ഭയമില്ലാണ്ടേ മാറും. അപ്പോൾ ധൈര്യം വരുന്നു, ഞാൻ മരിക്കില്ല എന്നുള്ളൊരു ബോധം വരുന്നു. അപ്പോഴാണ് അഹിംസ യഥാർത്ഥത്തിൽ അവിടെ പ്രകടമാവുന്നത്. മഹാത്മാഗാന്ധിജി ഇതാണ് ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റുകളിലൊന്ന്, ഞാൻ മരിക്കുന്ന സമയത്ത് ഹേ റാം അല്ലെങ്കിൽ ഈശ്വരനാമം ചൊല്ലിയിട്ടായിരിക്കണം ഇവിടുന്ന് വിട്ടുപോകുന്നു, ഇല്ലെങ്കിൽ എന്നെ മഹാത്മാവെന്ന് വിളിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഓരോ നിമിഷവും രാമനിലേക്ക്, നമ്മുടെ ഹൃദയത്തിലുള്ള ഈശ്വരനിലേക്ക് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരാൾക്ക് ഭയമുണ്ടാവില്ല. അങ്ങനെ ഒരാളാണ് അഹിംസ യഥാർത്ഥത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നിൽക്കുന്നത്. അഹിംസ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അടിച്ചാൽ തിരിച്ചടിക്കേണ്ട, ഇടത്തേ കവിളിലടിച്ചാൽ വലത്തെ കവിൾ കാണിച്ചു കൊടുക്കണം, രണ്ട് കവിളിലടിച്ചാൽ എന്താ ചെയ്യേണ്ടത്, ഒരു സിനിമയിൽ കണ്ടു, അപ്പോൾ തിരിച്ചടിക്കണമെന്നാണ്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ഉള്ളിൽ വയലൻസിൻ്റെ ഇൻറ്റൻഷൻ ഉണ്ടാവില്ല, ഈശ്വരനെ പോലെ ആയിത്തീരുന്നു. അത്രയും ധൈര്യമുണ്ട്. ഞാൻ മരിക്കില്ല എന്നുള്ള ബോധം ഉള്ളിലുള്ളവർക്ക് മാത്രമേ അഹിംസ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കൂ. മരണഭയം ഉള്ളവർക്ക് അഹിംസ ഇല്ല. അവർ റിയാക്ട് ചെയ്യും, പ്രതികരിക്കും. അപ്പോൾ സാധാരണ വ്യക്തികൾക്ക് ഓപ്പണായിട്ടുള്ള റിയാക്ഷൻ മാത്രം. റിയാക്ഷൻ വാക്കുകളിലൂടെയാവും, പ്രവൃത്തിയിലൂടെയാവും, ചിന്തയിലൂടെയാവും. എവിടെയും നമുക്കൊരു റിയാക്ട് ചെയ്യണമെന്നൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ അവിടെ ദ്വന്ദ്ം വന്നു. നമ്മളെ ആരെങ്കിലും വേദനിപ്പിക്കുകയാണെങ്കിൽ, വേദന തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, എൻ്റെ ഉള്ളിൽ വേദനിക്കാൻ എന്തോ ഒന്നുണ്ട്, എന്നെ ആരോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്, ആ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി എൻ്റെ ഉള്ളിലുണ്ട്. സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ഇതില്ല. അമ്മ കുട്ടിയെ പീഡിപ്പിക്കുമോ, കുട്ടി അമ്മയൊന്ന് പിച്ചിയാൽ കുട്ടി കഴിഞ്ഞാൽ അമ്മ തിരിച്ച് പിച്ചു, ചിരിച്ച് തള്ളിക്കളയുള്ളൂ. കാരണം അത് അറിയാതെ ചെയ്യുന്നതാണ്. സ്നേഹമുണ്ട് അവിടെ. സ്നേഹമുള്ളപ്പോൾ ഈ തരത്തിലുള്ള റിയാക്ഷൻസ് ഇല്ലാണ്ടേ മാറും. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ സിസ്റ്റം പഠിപ്പിക്കുന്നത്, എവിടെയൊക്കെ നമുക്ക് ലോകത്തിൽ കുറവുകൾ കാണുന്നുണ്ടോ അതിൻ്റെ കാരണം ഉള്ളിലാണ്. അതുകൊണ്ട് ശുദ്ധീകരണം ആണ് സഹജമാർഗത്തിൻ്റെ തുടക്കം. ശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഈ വ്യക്തിത്വങ്ങളിലേക്കുള്ള കണക്ഷൻ അത് ഇല്ലായ്മ ചെയ്യുക. നമ്മുടെ ഉള്ളിൽ ശുദ്ധീകരണം നടക്കും. അന്ധക്കരണ ശുദ്ധി വരുമ്പോൾ ആ പരിശുദ്ധമായിട്ടുള്ള ആ സ്നേഹം, മഹാത്മാഗാന്ധിജി രാമൻ എന്ന് വിളിച്ചിരുന്ന ആ ഈശ്വരനെയാണ്. അദ്ദേഹം ഉള്ളിടത്ത് ഭയമുണ്ടാവില്ല. ഭഗവാൻ ശ്രീരാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഭയമാണ് നൽകുന്നത്. അപ്പോൾ പേടിയോടുകൂടി ഈശ്വരനാമം ജപിക്കുക എന്ന് പറയുമ്പോൾ അത് ഈശ്വരനാമം ആയിരിക്കില്ല. ഭയഭക്തി ബഹുമാനം എന്നൊക്കെ നമ്മൾ പറയും. അവിടെ ഭക്തിയില്ല. ഭക്തിയുള്ളിടത്ത് ഭയം ഉണ്ടാവാൻ പാടില്ല. നമ്മളൊരു വിളക്ക് കത്തിച്ചിട്ട് വിളക്ക് അഥവാ പടുതിരി കത്തിപ്പോയാൽ അയ്യോ ഈശ്വര കോപം ഉണ്ടാവും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് എൻ്റെ ഉള്ളിൽ റിയാക്ഷനാണ്. ഈശ്വരൻ കോപിക്കില്ല. എങ്ങനെയാണ് ഈശ്വരൻ കോപിക്കുക? സ്നേഹമാണ് ഈശ്വരൻ. അപ്പോൾ ഇത്രയും ചെറിയ ചെറിയ മിസ്റ്റേക്സിന് ഈശ്വരൻ നമ്മളെ ശപിക്കുമോ, ഉപദ്രവിക്കുമോ? അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ്സൊക്കെ വളരെയധികം മാറേണ്ട ആവശ്യമുണ്ട് എന്നാണ് തോന്നുന്നത്. അഹിംസ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി മാറട്ടെ. നമ്മളിപ്പോൾ ഇരിക്കുന്ന തരത്തിൽ സ്വധർമ്മത്തിൽ ജീവിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഈ സ്റ്റേറ്റിൽ നമ്മൾ സ്വധർമ്മത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ മെറ്റീരിയൽ ലെവലിൽ പ്രതികരിക്കുന്നുണ്ട്, പലതും ചെയ്യേണ്ടി വരുന്നുണ്ട്.
പക്ഷേ അത് ഹ്യൂമിലിറ്റിയോടുകൂടി ചെയ്യണം. അതല്ല ശരിയായിട്ട് എൻ്റെ ലക്ഷ്യം. ശരിയായിട്ട് ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ എനിക്കിങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, എനിക്ക് സ്ട്രെസ്സ് തോന്നുന്നുണ്ടെങ്കിൽ, ഡിപ്രഷൻ വരുന്നുണ്ടെങ്കിൽ, ഭയം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ശുദ്ധീകരണം നടത്തണം. ഉടൻ തന്നെ ഉള്ളിൽ കണക്ട് ചെയ്യണം, ഉള്ളിലുള്ള മാസ്റ്ററുമായിട്ട് കണക്ഷൻ. നമ്മുടെ മാസ്റ്ററായിട്ട് ദാജി അതാണ് ഉറപ്പ് നൽകുന്നത്. ഓൾവേസ് കണക്ട്, ഐ എം വിത്ത് യു. അപ്പോൾ ആ കണക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ എല്ലാം ക്ലിയറായിട്ട് മാറുന്നത് കാണാം. അപ്പോൾ നമ്മുടെ കോൺവെർസേഷനിൽ, കമ്മ്യൂണിക്കേഷനിലൊക്കെ ഈ നോൺ വയലൻ്റ് ആയിട്ട് ഈ ഭാവം കൊണ്ടുവരണം. ഇപ്പോൾ നോൺ വയലൻറ്റ് കമ്മ്യൂണിക്കേഷൻ, മാർഷൽ റോസൻബർഗിൻ്റെ നോൺ വയലൻസ് കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു തലം കൂടിയും ഇൻക്ലൂഡ് ചെയ്താൽ ഗംഭീരമായിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള ട്രാൻസ്ഫോർമേഷൻ, സ്പിരിച്വൽ ഡയമെൻഷൻ, എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഈശ്വരനിലേക്ക്, മാസ്റ്ററിലേക്ക് കണക്ഷൻ ലഭിക്കാനായിട്ട് ഉള്ള ഒരു മാർഗമാണ് നമ്മുടെ പുറമേയുള്ള ഓരോ ശ്രമങ്ങളും, ഓരോ പ്രവൃത്തികളും, ഓരോ കമ്മ്യൂണിക്കേഷനും, എല്ലാം ഓരോ ചിന്തകളും. ഇത് തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഉള്ള ആ യാത്ര, ആ പിൽഗ്രിമേജ് ട്രിപ്പ് നമുക്ക് തുടരാൻ സാധിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് അഹിംസയെക്കുറിച്ച് കൂടുതൽ അടുത്ത സെഷനുകളിൽ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.